എൻ്റെ പെങ്ങളുടെ കല്യാണമാണ്. കല്യാണത്തിൻ്റെ സമയത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ കയ്യിൽ പൈസ ഒന്നുമില്ല. അപ്പോൾ ഇവൻ്റെ കയ്യിൽ നിന്ന് കൊണ്ട് കടം മേടിച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഈ മെറ്റീരിയൽ എല്ലാം കൊണ്ടൊന്ന് അവിടെ ഇറക്കി ഞങ്ങൾ രണ്ടുപേരും വിശ്രമിച്ചുകൊണ്ടിരുന്നത് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ഫോണിൽ ഒരു കോള് വരുന്നു. അരുണ, എൻ്റെ അനിയൻ്റെ വീട്ടിൽ സോളാർ വെക്കണം, നീ ഇങ്ങോട്ട് വാ, ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ ഞങ്ങൾക്ക് അറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഉടനെ ഞാൻ പറഞ്ഞു ശരി സാർ വരുവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഞങ്ങൾക്ക് രണ്ടുപേർക്ക്, കാരണം എൻ്റെ പെങ്ങളുടെ കല്യാണമാണ്. കല്യാണത്തിൻ്റെ സമയത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ കയ്യിൽ പൈസ ഒന്നുമില്ല. അപ്പോൾ ഇവൻ്റെ കയ്യിൽ നിന്ന് കൊണ്ട് കടം മേടിച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പം കസ്റ്റമറിൻ്റെ അടുക്കൽ ചെന്നിരുന്നു. അപ്പം കാര്യങ്ങളെല്ലാം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഓക്കെ ഞാൻ അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അഡ്വാൻസ് കിട്ടിയാലും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കാരണം പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും, പൈസ ഇല്ല കയ്യിൽ. ഞാനിങ്ങനെ പെട്ടെന്നാണ് ദൈവത്തിൻ്റെ കൃപ കൊണ്ടോ ഗുരുക്കന്മാരുടെ ഇതുകൊണ്ടോ പുള്ളിക്കാരൻ പറഞ്ഞു എന്തെങ്കിലും ഡിസ്കൗണ്ട് വല്ലതും ഉണ്ടോ എന്ന്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു സാർ ഫുൾ എമൗണ്ട് തരുവാണെങ്കിൽ 1% ഞാൻ ഡിസ്കൗണ്ട് തരാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എന്തായാലും ചെക്കപ്പ് ഇടണം, 2 ചെക്കപ്പിന് ഒപ്പിടുന്നു, ഒറ്റ ചെക്കപ്പ് ഇട്ടാൽ പോരെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ അപ്പോൾ ക്യാപിറ്റൽ ഫുള്ളായിട്ട് വന്നിട്ടില്ല. അത് ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജി ആയിട്ട് എടുത്തിട്ട് ബാക്കിയുള്ള പ്രൊജക്റ്റുകൾക്കെല്ലാം ഞങ്ങൾ ഈ ഡിസ്കൗണ്ട് കൊടുത്തിട്ട് പിന്നീട് നിങ്ങൾ അങ്ങനെയാണ് കൊടുക്കുന്നത്. അതെ.